പറയുകയുണ്ടായി എന്ത് മൗലവി ഇവിടെ ഞങ്ങൾ തമ്മിൽ സംഘടനാപരമായ ചില തർക്കം, അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ തമ്മിലൊരു തർക്കമല്ല, അങ്ങനത്തെ ചില ക്ലിപ്പുകൾ കാണിച്ചു എന്ന് മൂപ്പര് നമ്മുടെ പേരിൽ ആരോപണം പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കേവലം സംഘടനാപരമാണോ അതോ അടിസ്ഥാനപരമാണോ. അതുകൊണ്ട് ആദ്യം നമ്മുടെ പേരിൽ മൂപ്പര് പറഞ്ഞ ആരോപണം, മൂപ്പർക്ക് എന്താണ് ഈ വിഷയത്തിലുള്ള തീരുമാനം, നയം എന്നൊക്കെ മൂപ്പരൊന്ന് ആദ്യം പറയട്ടെ. സുന്നികൾക്കിടയിലുള്ളത് സംഘടനാപരമായ ഭിന്നതയാണ്, അതേസമയത്ത് നയപരമായ ഭിന്നതയാണ്. മുജാഹിദുകൾക്കിടയിൽ ആശയപരമായ ഭിന്നതയാണ്. സുന്നികൾക്കിടയിലുള്ളത് സംഘടനാപരമായ ഭിന്നതയാണ്, അതേസമയത്ത് നയപരമായ ഭിന്നതയാണ്. മുജാഹിദുകൾക്കിടയിൽ ആശയപരമായ ഭിന്നതയാണ്. എന്നാ കേട്ടോ നിങ്ങളിപ്പോ അതല്ലേ പറഞ്ഞത്, സുന്നികൾക്കിടയിൽ അടിസ്ഥാനപരമായിട്ട് തർക്കമില്ല, സംഘടനാപരമായ പ്രശ്നമുള്ളൂ എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്. എന്നാ പഠിച്ചോ, നിങ്ങളത് ഇവിടത്തേക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വാചകമാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇതാ നിങ്ങളുടെ KP ഹംസ മുസ്ലിയാര്, ചിത്താരി ഹംസ മുസ്ലിയാര് പറയുന്നത് എന്താണ്, സമസ്തയിലെ പിളർപ്പ് അടിസ്ഥാനപരമല്ല എന്ന് ചിലര് പറയുന്നുണ്ട്. അത് തെറ്റാണ്, പിളർപ്പ് അടിസ്ഥാനപരം തന്നെ, പിളർപ്പ് അടിസ്ഥാനപരം തന്നെയാണ്. അങ്ങനെ ധാരാളം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്മിലുള്ള പിളർപ്പ് അടിസ്ഥാനപരമാണോ അതോ ആശയത്തിൽ തന്നെ നിങ്ങൾ രണ്ടാണോ എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി അതൊന്ന് പഠിപ്പിച്ചേ പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് കേൾപ്പിക്കുന്നു. ആദ്യം വരട്ടെ, നിങ്ങളുടെയൊക്കെ പള്ളികളെ സംബന്ധിച്ച്, നിങ്ങളുടെ പള്ളിയെ സംബന്ധിച്ച് അപ്പുറത്തുള്ള ഖാസിമി എന്താ പറയുന്നത്?